ഈ പോക്ക് എങ്ങോട്ട് ഷൺമുഖ? ടിക്കറ്റ് വിൽപ്പനയിലും നിർണായക സംഖ്യ മറികടന്ന് മോഹൻലാലിന്റെ തുടരും. മോഹൻലാൽ നായകനായി വന്ന തുടരും സിനിമ വൻ ഹിറ്റായിരിക്കുകയാണ്. തരുൺ മൂർത്തിയാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. 2018 വീഴ്ത്തി തുടരും കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റായിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് മാത്രമായി 89 കോടി രൂപയിലധികം നേടിയാണ് ഇൻഡസ്ട്രി ഹിറ്റായിരിക്കുന്നത്. തുടരും ആഗോളതലത്തിൽ ഇതിനകം 200 കോടിയിലേറെ നേടിയിട്ടുണ്ട്. വലിയ പ്രചരണ കോലാഹലങ്ങളില്ലാതെ എത്തിയ തുടരും കേരളത്തിൽ എക്കാലത്തെയും കൂടുതൽ കളക്ഷൻ നേടിയത് ഇൻഡസ്ട്രിയെ നെറ്റിച്ചിരിക്കുകയാണ്. തുടരും ഇൻഡസ്ട്രി ഹിറ്റായത് ആശീർവാദ് സിനിമാസും ഇന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബുക്ക് മൈ ഷോയിലൂടെ 4 കോടി ടിക്കറ്റുകളും വിറ്റുവെന്നാണ് പുതിയ റിപ്പോർട്ട്. KR സുനിലിനൊപ്പം തരുണുമാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഷൺമുഖൻ എന്ന കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ മോഹൻലാൽ വേഷമിട്ടിരിക്കുന്നത്. ഒരു ടാക്സി ഡ്രൈവർ കഥാപാത്രമാണ് ചിത്രത്തിൽ മോഹൻലാലിന്റേത്. ലളിത എന്ന വീട്ടമ്മയായി നായിക കഥാപാത്രമായി ശോഭന എത്തിയിരിക്കുമ്പോൾ ഫർഹാൻ ഫാസിൽ, മണിയൻ പിള്ള രാജു, ബിനു പപ്പു, ഇർഷാദ് അലി, ആർഷ കൃഷ്ണപ്രഭ, പ്രകാശ് വർമ്മ, അരവിന്ദ് എന്നിവരും കഥാപാത്രങ്ങളായി ഉണ്ട്. തുടരുമിന് മറ്റൊരു പേര് കൂടി ആലോചിച്ചിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരുന്നു തരുൺ മൂർത്തി. വിന്റേജ് എന്ന പേരായിരുന്നു മോഹൻലാൽ ചിത്രത്തിനായി ആലോചിച്ചിരുന്നത് എന്ന് തരുൺ മൂർത്തി വെളിപ്പെടുത്തുന്നു. സിനിമയുമായി ചേർന്ന് നിൽക്കുന്ന പേരാണ് തുടരും. എന്ത് പ്രശ്നങ്ങൾ സംഭവിച്ചാലും ഒരാളുടെ ജീവിതം തുടരുമെന്ന ഫോർമാറ്റിലാണ് തുടരുമെന്ന് പേര് നൽകിയത്. അവസാന ഷെഡ്യൂളായപ്പോൾ വിന്റേജ് എന്നൊരു സജഷൻസ് ഉണ്ടായി. എന്നാൽ മോഹൻലാൽ വിന്റേജിലേക്ക് തിരിച്ചു വരുന്നു എന്ന് നമ്മൾ പറയുന്നത് പോലെയാകും വിന്റേജ് മോഹൻലാലിനെ തിരിച്ചു കൊണ്ടുവരാനല്ല സിനിമ. വിന്റേജ് എന്ന പേര് ലാലേട്ടനോട് പറഞ്ഞപ്പോൾ എന്തിനാ മോനെ മനോഹരമായ തുടരുമെന്ന വാക്കുള്ളപ്പോൾ മറ്റൊരു പേര് എന്ന് ചോദിച്ചു. അങ്ങനെ ആ പേര് ഉറപ്പിക്കുകയായിരുന്നുവെന്നും പറയുന്നു തരുൺ മൂർത്തി. വൻ തുകയ്ക്കാണ് ഹോട്ട്സ്റ്റാർ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് എന്നുമാണ് റിപ്പോർട്ട്. തുടരുമിലെ പ്രമേയത്തിലെ ഓരോ രംഗത്തെക്കുറിച്ചും വലിയ കൗതുകമായിരുന്നു മോഹൻലാലിനെന്ന് സംവിധായകൻ തരുൺ മൂർത്തി വ്യക്തമാക്കിയിരുന്നു. കഥ കേട്ടപ്പോൾ ആവേശഭരിതനായെന്നാണ് മോഹൻലാൽ പറഞ്ഞത്. എന്നും ചർച്ചയായി മാറിയ തുടരും സംവിധായകൻ തരുൺ മൂർത്തി വെളിപ്പെടുത്തി. നായകൻ മോഹൻലാലിന്റെ ലുക്കുകൾ നേരത്തെ ചിത്രത്തിലേതായി പുറത്തുവിട്ടത് റിലീസിന് മുന്നേ തന്നെ ശ്രദ്ധയാകർഷിച്ചിരുന്നു.